12 ചെറിയ പ്രവാചകന്മാരിൽ 11ാമത്തെ പ്രവാചകനാണ് സഖറിയ പ്രവാചകൻ. സഖറിയ പ്രവചനത്തെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ചെറിയ പ്രവാചകന്മാരിൽ വലിയവനാണ് സഖറിയ പ്രവാചകൻ. ഏറ്റവും കൂടുതൽ അധ്യായങ്ങൾ, ഈ ചെറിയ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ളത് സഖറിയ പ്രവചനത്തിനാണ്. ഏതാണ്ട് 14 മശിഹയായ കർത്താവിനെ ലോകത്തിൽ വരച്ച് കാട്ടുക എന്നുള്ളതാണ് സഖറിയാവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇസ്രായേലിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഇസ്രായേലിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുമൊക്കെ പ്രവചിക്കുന്നെങ്കിലും സുപ്രധാനമായ കാര്യം മശിഹയായിട്ട് യഹൂദ ജനം മനസ്സിലാക്കുവാൻ, അഥവാ അവര് മശിഹയെ തിരിച്ചറിയാതെ ഇരിക്കുമ്പോൾ സഖറിയ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ കുത്തിയവിങ്കലേക്ക് നോക്കും, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ നിങ്ങൾ വിലപിക്കുമെന്ന് സഖറിയ പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പോൾ മാത്രമേ, അങ്ങനെ ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിലുണ്ട്. അന്നു മാത്രമേ അവര് മശിഹയെ, ഇസ്രായേൽ ജനം ഇന്ന് അവരുടെ വിജയവും പരാജയവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കയില്ല എന്ന് അനേക ക്രൈസ്തവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഒരു വലിയ പതനത്തിലേക്കും തോൽവിയിലേക്കും ഇസ്രായേൽ, അന്ത്യ യുദ്ധത്തിൽ വലിയൊരു പതനത്തിലേക്ക് ഇസ്രായേൽ വരുന്നു. ഇസ്രായേൽ വന്നു കഴിയുമ്പോൾ അവര് ഇനിയും അവർക്ക് യാതൊരു രക്ഷയുമില്ല എന്ന് കാണുമ്പോൾ അവര് നിലവിളിക്കുകയാണ്, വിലപിക്കുകയാണ്. അപ്പോഴാണ് മശിഹ പ്രത്യക്ഷപ്പെടുന്നത്. മശിഹ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് മശിഹയെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ആ തിരിച്ചറിയുന്നത് തന്നെ അവൻ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ, നിന്റെ കയ്യിലും വിലാവിലും കാണുന്ന ഈ മുറിവുകൾ എന്താണെന്ന് അവർ ചോദിക്കും. അപ്പോൾ അവൻ പറയും, അവർ പറയും, എന്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോൾ ഏറ്റ മുറിവുകളാണ് ഇതെന്ന് പറയുമ്പോഴാണ് അവർ മശിഹയെ തിരിച്ചറിയുന്നത്. ഇവനെയാണല്ലോ ഞങ്ങൾ മശിഹ അല്ല എന്ന് പറഞ്ഞതും, ഇവനെയാണല്ലോ ഞങ്ങൾ ക്രൂശിച്ചതെന്ന് മനസ്സിലാക്കുകയും അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. അവര് കുത്തിയവെങ്കിലേക്ക് നോക്കും, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവര് വിലപിക്കും. അപ്പോഴാണ് മശിഹ തൻ്റെ സർവശക്തിയോടും കൂടെ ഇടപെടുകയും അവരെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അന്നു മാത്രമേ അവനെ മശിഹയായിട്ട് അവർ മനസ്സിലാക്കുന്നുള്ളൂ. ഈ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം മശിഹയിലൂടെയുള്ള ഭാവി വിടുതൽ, ഇസ്രായേലിന്റെ ഭാവി വിടുതൽ. സഖറിയാവ് തന്നെയാണ് എഴുത്തുകാരൻ. അതുപോലെ എഴുതിയ കാലം ഏകദേശം BC 480 യെരുശലേമിൽ വെച്ചാണ് ഇത് എഴുതുന്നത്. ഏകദേശം 40 വർഷത്തെ ചരിത്രമാണ്, ഇസ്രായേലിന്റെ 40 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. BC 520 മുതൽ 480 വരെയുള്ള കാലഘട്ടങ്ങൾ, BC 520 മുതൽ 480 വരെയുള്ള കാലഘട്ടങ്ങൾ, അതാണ് സഖറിയാവ് പ്രവചിച്ച കാലഘട്ടം. പിന്നീട് സഖറിയാവിന്റെ പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന കാര്യം, സിയോൻ പുത്രിയുടെ രാജാവ്, അത് മത്തായിയുടെ സുവിശേഷം സഖറിയ പ്രവചനം 9:9 എന്ന് വായിച്ചു. സിയോൻ പുത്രിയെ യുദ്ധത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതകുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഓക്കെ, ഇത് കർത്താവിനെ കുറിച്ച് പറഞ്ഞ മനോഹരമായ പ്രവചനമാണ് നമ്മൾ വായിക്കുന്നത്. ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണും. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അപ്പോൾ അതിനെ അഴിച്ചുവിടും. ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കർത്താവ് യാത്ര ചെയ്യുന്നു. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന യഹൂദന്മാര് മരച്ചില്ലകളൊക്കെ, തുണിയും മരച്ചില്ലകളും ഒക്കെ റോഡിൽ വിതറുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നവർ പറയുന്നു. ഹോശന്ന ഹോശന്ന എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ഇതിലെ പ്രധാനപ്പെട്ട വാക്യം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഓക്കെ, സുപ്രധാനമായ വാക്യമാണത്. മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുകയും അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകെട്ടിയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരികയും നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുകയും തൽക്ഷണം അവൻ അവയെ അഴിക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോടെ ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുത്ത് പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയുകയും എന്നിങ്ങനെ ഏഷ്യ പ്രവാചകന്മാർക്ക് അരുളി ചെയ്ത് ശിഷ്യന്മാർ പുറപ്പെട്ടു. യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അവരുടെ മേൽ ഇട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം വെച്ചതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനെ ഇളകി. ഇവൻ ആരെന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന പുരുഷാരം. മതി. ആ ചരിത്രം വളരെ വ്യക്തമായിട്ട് സക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലെ സംഭവം അതുപോലെ നമ്മുടെ കർത്താവ് എടുത്തു കോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ പ്രവാചക പുസ്തകങ്ങൾ ആധികാരികമാണ് എന്ന് തെളിയിക്കുവാനുള്ള ഒരു കാര്യം കൂടിയാണത്. കാരണം നമ്മുടെ കർത്താവ് ഒരു പുസ്തകത്തെ കുറിച്ച് ഇപ്പം ആവർത്തന പുസ്തകത്തിൽ നിന്ന് നിരവധി ഉദ്ധരണികൾ നമ്മുടെ കർത്താവിൻ്റെ ലോക ജീവിത സമയത്ത് 3.5 വർഷക്കാലം പലസ്തീനായുടെ തെരുവിലൂടെ അനേകരെ സൗഖ്യമാക്കിയും പഠിപ്പിച്ചും പ്രസംഗിച്ചും കൊണ്ട് നടന്ന കർത്താവ് ധാരാളം പ്രാവശ്യം ആവർത്തന പുസ്തകം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ മോശയിക ഗ്രന്ഥങ്ങൾ അല്ലെ പെന്റാറ്റൂക്ക്, അതുപോലെ മറ്റ് സങ്കീർത്തന പുസ്തകങ്ങൾ, ഇപ്പം നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷത്തിലെ എമ്മസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന ആ വ്യക്തിത്വം അവരോട് പറയുകയാണ്, പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇവരിതെല്ലാം വായിക്കുന്നതാണ്. ബട്ട് ദേ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ദേ ഡിഡ് നോട്ട് എന്ന് പറയുന്നതിനേക്കാൾ അവർക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സക്കറിയ പ്രവാചകൻ ദൈവനിയോഗത്താൽ ദൈവിക അരുളപ്പാട് ജനത്തെ അറിയിക്കുമ്പോൾ ദേവാലയ നിർമ്മാണം നിലച്ചിട്ട് 12 വർഷമായി. അപ്പം ഏതാണ്ട് 14 വർഷമായി ഹഗ്ഗായി പ്രവചിക്കുമ്പോൾ സക്കറിയാവും അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവചിക്കുവാനായിട്ട് തുടങ്ങി. ജനങ്ങളുടെ പൂർത്തീകരിക്കാത്ത ചുമതല പൂർത്തീകരിക്കുവാൻ പ്രവാചകനിലൂടെ ദൈവം അവരെ ഉണർത്തിക്കുകയാണ്. ദേവാലയത്തിന്റെ ഭാവികാല പ്രാധാന്യവും അവരെ ബോധ്യപ്പെടുത്തുന്നു. ദേവാലയ പണി പൂർത്തീകരിക്കണം, കാരണം ദൈവത്തിന്റെ മഹത്വം അവിടെ ആവസിക്കണം. അതുകൊണ്ട് ഭാവികാല അനുഗ്രഹം ഇപ്പോഴത്തെ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് തന്നെയാണ്. അവർ ഫ്യൂച്ചർ ബ്ലെസ്സിങ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ പ്രസന്റ് ഒബീഡിയൻസ്. അല്ലേ? നമ്മുടെ ഭാവികാല അനുഗ്രഹം അധിഷ്ഠിതമായിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, നാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറയും, കേൾവിക്കാരുടെ ഭാവി ഭാഗധേയം നിശ്ചയിക്കുന്നത് ഇപ്പോൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലൂടെയാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഭാവി ഭാഗധേയം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു ഭദ്രമായ നിസ്തുലമായ ഒരു ജീവിതം ഇതിനപ്പുറത്തുണ്ട്. അത് കൈവശമാക്കുവാൻ ഇന്ന് നിങ്ങൾ
വിശ്വസിച്ചേ മതിയാകുള്ളൂ. അതുപോലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തിന്റെ അനുഗ്രഹം ഇന്നുള്ള ഈ ഇപ്പോഴത്തെ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഡിപ്പെൻസ് അപ്പോൺ ദ ഒബീഡിയൻസ് ഓഫ് ദ പീപ്പിൾ, ദ പ്രസന്റ് ഒബീഡിയൻസ്. അപ്പൊ അതിനുവേണ്ടിയും നശിച്ച് കിടക്കുന്ന ദൈവാലയം പണി ആരംഭിച്ചു, പക്ഷേ അത് നിന്നുപോയി. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? പെട്ടെന്ന് ഈ 14 വർഷം ജനങ്ങൾ അവരവരുടെ വീടുകൾ പണിയുവാനായിട്ട് ഓടുകയാണ്. They were not concerned about the building of the temple. ദേവാലയത്തിന്റെ പണിയെക്കുറിച്ച് അവർക്കൊരു വിചാരവുമില്ല. അവര് ഓടുന്നത് അവരുടെ വീടുകൾ പണിയുവാനാണ്. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, സഭാജീവിതം, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഏത് കാര്യത്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? നമ്മളും ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന്റെ ഭദ്രത, അല്ലെ, എല്ലാവർക്കും അവരവരുടെ താമസം, അവരവരുടെ ജീവിതം, ഇതിന്റെ ഭദ്രതയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെയും നമ്മുടെ മക്കളുടെയും ആത്മീക ജീവിതത്തിന്റെ ഭാഗധേയം, അതിന്റെ ഭാവി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ നമ്മൾ വെക്കുന്ന വീട്ടിൽ താമസിക്കാൻ നമ്മുടെ മക്കള്, അവരെ ഒന്നും ഇവിടെ കാണാനേ ഇല്ല, അവരെവിടെയോ പോകുന്നു. പക്ഷെ ഇത് കൈവശമാക്കുവാൻ കഴിവില്ലാത്തവരായി അവർ പോകുമ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ബന്ധപ്പെടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഗീവ് പ്രയോറിറ്റി ടു സ്പിരിച്വൽ തിങ്സ്, ആത്മീക കാര്യങ്ങൾ. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യം, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും. നമ്മുടെ കർത്താവ് പറഞ്ഞ് എന്തു തിന്നും എന്തുടുക്കും എന്ന് ജീവനായിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. എല്ലാം കിട്ടുമെന്ന് പറയാനൊക്കത്തില്ല, പറ്റുമോ? ഇതെല്ലാം മുഴുവൻ നമ്മൾ ആഗ്രഹിക്കുന്ന മുഴുവൻ തരുമെന്നല്ല പറഞ്ഞത്. നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് എന്ത് തിന്നും എന്തുടുക്കും, നാളെയെക്കുറിച്ചുള്ള വിചാരപ്പെടേണ്ട. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും അറിയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സക്കറിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവം ഓർക്കുന്നു, ഗോഡ് റിമെമ്പേഴ്സ് എന്നാണ് വാക്കിന്റെ അർത്ഥം. ഈ ആശയം മുൻനിർത്തിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ ആശ്രയിക്കുന്ന, അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ദൈവം ഓർക്കുന്നു. ഗോഡ് റിമെമ്പേഴ്സ് അവർ ലൈഫ്, അല്ലേ? അപ്പൊ അതിന് ബാധകമായിട്ടിരിക്കുന്ന കാര്യം, ഹൗ ഡു യു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, ദ കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ കൽപ്പനകളെ നീ എന്തുമാത്രം അനുസരിക്കുന്നു? ദൈവം തന്നെ ഉടമ്പടി ഓർക്കുന്നത് കൊണ്ട് ഇസ്രയേൽ അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം, ഇസ്രയേലുമായിട്ടുള്ള ദൈവത്തിന്റെ ഏർപ്പാടുകളൊക്കെ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. അബ്രഹാമിനോടുള്ള ഉടമ്പടി, യാക്കോബിനോടുള്ള ഉടമ്പടി, ഡേവിഡിക് കവനന്റ്, ദാവീദിനോടുള്ള ഉടമ്പടി. അപ്പം ഇവരോടെല്ലാം ദൈവം കാലാകാലങ്ങളിൽ ഏർപ്പെട്ടിട്ട് ദർ ഈസ് എ കണ്ടീഷൻ, ഇഫ് യു ഡു ദിസ്. കാര്യം ദൈവത്തിന് നന്നായിട്ട് അറിയാം എന്നെ ഇട്ടിട്ട് ഇവർ പോകും, അല്ലേ? എന്നെ ഇട്ടിട്ട് ഇവർ പോകുമെന്നറിയാം. അതുകൊണ്ട് യു കം ബാക്ക്. അപ്പോൾ നിങ്ങൾ മടങ്ങി വരുന്നെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ദൈവം പറയുകയാണ്. ദൈവം നമ്മളോട് അങ്ങനെ ഒരു ഉടമ്പടി, ലോകപ്രകാരം ഒരു ഉടമ്പടി വെച്ചിട്ടില്ലെങ്കിലും there is a condition that you believe. ഫെയ്ത്ത് എന്നുള്ളൊരു ഉടമ്പടി അവിടെ ഉണ്ട്, അല്ലേ? അപ്പോൾ അതും പുതിയ നിയമവിശ്വാസികളുടെ ജീവിതം അധിഷ്ഠിതമായിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അൺകണ്ടീഷണലാണ് രക്ഷ, എങ്കിലും നമുക്ക് നൽകിയ രക്ഷയിലുള്ള നമ്മുടെ വിശ്വാസം, അതിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സക്കറിയ പ്രവാചകൻ ആ ഉടമ്പടി, ദൈവത്തിന് നിങ്ങളോടുള്ള ഉടമ്പടി എന്താണെന്ന് പറയുന്നത്. സക്കറിയ അതിന്റെ മുൻഗാമികളെ പോലെ ഒരു പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ച ആളാണ്. പുരോഹിതനായ ബരഖ്യാവിന്റെ മകനാണ്. ഇദ്ദോ എന്ന് പറയുന്ന ആളുടെ കൊച്ചുമകൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സക്കറിയ പ്രവചനം 1-ന്റെ 1-ാം വാക്യം, 1-ാം വാക്യം അതിന്റെ 7-ാം വാക്യം എന്ന് വായിക്കും. ഓക്കെ, ഇദ്ദോ പ്രവാചകന്റെ മകനായ ബരഖ്യാവിന്റെ മകനായ സക്കറിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ 7-ാം വാക്യം.
ശെബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സെഖര്യാ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചും അതിന്റെ തീയതികളെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് പ്രവാചകനെ ദൈവം വിളിച്ചിരിക്കുന്നത്, അരുളപ്പാട് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഗ്രീക്കിലും ലാറ്റിൻ ഭാഷയിലും സഖറിയാസ് എന്നാണ് ഉച്ചരിക്കുന്നത്. സഖറിയാവ് എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്, സഖറിയാസ് എന്നാണ് ഉച്ചരിക്കുന്നത്. എന്നാൽ എബ്രായ ഭാഷയിൽ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്, സഖറിയാവെന്ന് തന്നെയാണ്. ഇദ്ദേഹം ജനിച്ചത് ബാബിലോണിലാണ്. തന്റെ വലിയപ്പൻ സെരുബ്ബാബേലിന്റെ കീഴിൽ പ്രവാസികൾ പലസ്തീനിലേക്ക് മടങ്ങിയപ്പോൾ തന്നെ മടക്കിക്കൊണ്ടുവന്നു. BC 520 തന്റെ ചെറിയ പ്രായത്തിൽ പ്രവാചക ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചു. അപ്പം അറ്റ് ആൻ ഏർലി ഏജ് ഗോഡ് ഹാസ് കോൾഡ് ഹിം ഔട്ട്. ദൈവം അവനെ വിളിച്ച് വേർതിരിച്ചു. അപ്പോൾ ഈ തന്റെ വലിയപ്പനെ സെരുബ്ബാബേലിന്റെ കൂടെ ബാബേലിൽ നിന്ന് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം സെരുബ്ബാബേലിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഏകദേശം 50,000 പേരാണ് അന്ന് യെരൂശലേമിലേക്ക് മടങ്ങിയത്. പക്ഷെ ഒരു ശേഷിപ്പ് അന്ന് യെരൂശലേമിൽ ഉണ്ടായിരുന്നു. ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ട് പോയെങ്കിലും ഒരു ശേഷിപ്പ് യെരൂശലേമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വെളിപ്പെടുത്തപ്പെട്ട തിരുവെഴുത്തിന്റെ കാനോൻ ശേഖരിച്ച് സൂക്ഷിച്ച് സിനഗോഗിലെ അംഗം ആയിരുന്നു അദ്ദേഹം. മത്തായിയുടെ സുവിശേഷം മത്തായി 23:35 വായിക്കണം. ഏതാ വായിക്കാം. മത്തായി 23:35. ഓക്കെ, അത് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നമ്മുടെ കർത്താവ് യഹൂദ ജനത്തോട് പറഞ്ഞത് ഈ സഖറിയാവിന്റെ പിതാവായ ബെരഖ്യാവ് ഒരു രക്തസാക്ഷിയായിട്ട് തീർന്നു എന്നുള്ള റെഫറൻസ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. സഖറിയാ ദേവാലയത്തിന് യാഗപീഠത്തിന് മധ്യേ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. യഹൂദ പാരമ്പര്യവും ക്രൈസ്തവ പാരമ്പര്യവും പറയുന്നത് ഈ പുസ്തകം സഖറിയാവ് തന്നെയാണ്. കാര്യം ഏത് പുസ്തകത്തിനും എപ്പോഴും ഒരു ക്രിറ്റിസിസം ഉണ്ട്. അവരല്ല എഴുതിയെന്ന് വരുത്താനായിട്ട് ഒത്തിരി ഹയർ ക്രിറ്റിക്സ്, ഈ അമിത കൃത്തിപ്പുകാരെ ഈ പുസ്തകം അവരല്ല എഴുതിയതെന്ന് വരുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്, സഖറിയാവ് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനെന്ന് പറയുന്നു. ഹഗായി പ്രവാചകന്റെ സമകാലികനാണ് സഖറിയാവ്. അത് അന്ന് സഖറിയാവ് യുവാവായ ഒരു വ്യക്തിത്വമായിരുന്നു. രണ്ട് പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒരേ കാലയളവാണെന്ന് പറഞ്ഞാൽ ദേവാലയ പണി, അത് നിന്നുപോയ കാലഘട്ടം. ഹഗായി പ്രവചിക്കുമ്പോൾ ഏതാണ്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. സഖറിയാവ് പ്രവചിക്കുമ്പോൾ ഏതാണ്ട് 12 വർഷമായി. ഹഗായി പ്രവചിക്കുമ്പോൾ 14 വർഷമായി. ദേവാലയത്തിന്റെ പണി പുനരാരംഭിച്ചു, അത് പിന്നെ പൂർത്തീകരിച്ചു. അപ്പൊ ഇവരുടെ കാലത്ത് തന്നെയാണ് ആ രണ്ടാമത്തെ ദേവാലയത്തിന്റെ സ്തോത്ര ശുശ്രൂഷ നടക്കുന്നത്. ഈ പരാമർശങ്ങളൊക്കെ ഹഗായിയുടെ പുസ്തകത്തിൽ, സഖറിയാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
ഇത് ദാര്യാവേശ് ഒന്നാമൻ രംഗം വിടുകയാണ്. അത് കഴിഞ്ഞ് അർത്ഥശഷ്ഠ രാജാവ് രംഗപ്രവേശം ചെയ്യുന്നു. അപ്പൊ ഈ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസക്കുറവാണ്. ആദ്യത്തെ 8 അധ്യായങ്ങൾ ദേവാലയത്തെക്കുറിച്ചും പുതിയ യാഗപീഠത്തിന്റെ പണി പൂർത്തിയാക്കുവാൻ ജനങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ ഭാവി പ്രത്യാശയെ ഉണർത്തുന്നു. കാരണം മശിക രക്ഷകനായി വരുമ്പോൾ ദേവാലയ പ്രവേശനം നടത്തും എന്ന് അവർ വിശ്വസിച്ചു. യഹോവയുടെ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയെക്കുറിച്ച് സക്കറിയാവ് ആവർത്തിച്ച് പറയുമായിരുന്നു. പുസ്തക രൂപത്തിൽ മശിഹയുടെ വരവും അവൻ വന്ന് ജനത്തെ രക്ഷിച്ച് രാജ്യം സ്ഥാപിച്ച് ഭൂമിയെ ഭരിക്കുകയും എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. ഈ തേജസ്സിന്റെ പ്രത്യാശ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരെ ഏറെ ഉറപ്പുള്ളവരാക്കി. പ്രവചനം എഴുതിയത് ജനത്തിന്റെ ആത്മീക ഉണർവിനു വേണ്ടിയും കൂടിയാണ്. ഇവിടെ വളരെ വ്യക്തമായ ഒരു പ്രതീക്ഷയും പ്രത്യാശയും അവരുടെ ജീവിതത്തിലുണ്ട്. അത് അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ആ അവസാനം പണിത ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ, പടിഞ്ഞാറേ ഭാഗത്തൊരു മതിലും അതിന്റെ അടിസ്ഥാനം വരെ ടൈറ്റസ് കൈസർ ഇളക്കി. കാര്യം ഈ കല്ലിന്റെ ഇടയിലാണ് സ്വർണം ഇരിക്കുന്നത്, യഹൂദന്റെ ധനം മുഴുവൻ ഇരിക്കുന്നത് അവിടെയാണെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് ആ കല്ല് വരെ ഇളക്കി. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് കല്ലിന്മേൽ കല്ല്, വൺ സ്റ്റോൺ അപ്പോൺ അനദർ ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്. ഒരു കല്ലിന്റെ മേൽ മറ്റൊരു കല്ല് ഇരിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞ പ്രവചനം അതുപോലെ തന്നെ നിവൃത്തിയാകുകയാണ്. അപ്പോൾ ഇവിടെ ജനത്തെ ഉദ്ദീപിപ്പിക്കുവാൻ വേണ്ടി ദേവാലയം പണിയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യകാലത്ത് എന്നതുപോലെ ദൈവത്തിന്റെ ആ പ്രത്യക്ഷത അല്ലെങ്കിൽ ഷെക്കൈന ഗ്ലോറി, ഷെക്കൈന മഹത്വം ദേവാലയത്തിലേക്ക് തനിയെ ഇറങ്ങി വരുമെന്ന് അവർ ന്യായമായും വിശ്വസിച്ചു, അല്ലേ? അപ്പോ അവർ വിശ്വസിച്ചു. അതുകൊണ്ട് ജനത്തോട് പറയുന്നു, നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകും. നിങ്ങൾ ഈ ദേവാലയം പണിയണം. ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ, അതിന്റെ യാഗപീഠം പണിയുമ്പോൾ, ഷെക്കീന ഗ്ലോറി അതിപരിശുദ്ധ സ്ഥലമൊക്കെ പണിത് കഴിയുമ്പോൾ വലിയവനായ കർത്താവിന്റെ പ്രത്യക്ഷത അതിലുണ്ടാകും എന്ന് അവര് ന്യായമായും വിശ്വസിച്ചു. അത് മുഖാന്തരം ജനത്തെ ശക്തിപ്പെടുത്തുകയാണ്. ജനത്തിലുള്ള പ്രത്യാശയുടെ വാക്കുകൾ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷമാകും. അപ്പൊ ഇന്ന് നമുക്ക് പറയുവാനുള്ളത്, നാം ഇന്ന് പ്രസംഗിക്കുന്നതിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോഡ്, അല്ലേ? ആ സെക്കൻഡ് കമ്മിങ്ങിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം ആദ്യമേ വന്നിട്ട് തന്റെ സഭയെ തന്നോട് ചേർത്തുകൊള്ളു. അത് കഴിഞ്ഞ് ഈ ഭൂമിയിൽ നടക്കുന്ന മഹോപദ്രവം, തുടർന്ന് മഹോപദ്രവത്തിന്റെ അന്ത്യത്തിൽ ഇസ്രായേൽ ജനം പരാജയത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, ദ ഗ്ലോറിയസ് അപ്പിയറൻസ്, അതിന്റെ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വന്ന് ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് സഭ ഇവിടുന്ന് ഉൽപ്രാപണം ചെയ്യപ്പെടുകയാണ്. അപ്പം ഉൽപ്രാപണം എന്നുള്ള വാക്കാണ് സഭ എടുക്കപ്പെടുന്നതിന് ഉപയോഗിച്ചിരുന്നത്, പാരോഷ്യ അഥവാ ഉൽപ്രാപണം. എന്നാൽ മഹത്വ പ്രത്യക്ഷതയ്ക്ക് എപ്പിഫാനി, പ്രത്യക്ഷത എന്നാണ്, ദ ഗ്ലോറിയസ് അപ്പിയറൻസ്, എപ്പിഫാനി ഓഫ് ക്രൈസ്റ്റ്. അത് അവന് ഒലിവുമലയിൽ തന്റെ പാദങ്ങൾ ചവിട്ടും എന്ന് പറഞ്ഞ് ഒലിവുമലയിലേക്കാണ് കർത്താവ് വരുന്നത്. ഒന്ന്, സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നു. 2, തന്റെ ജനത്തിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് അവരെ വീണ്ടെടുക്കുവാനായിട്ട് മശിക പ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് ഇത് രണ്ട് സംഭവങ്ങളാണ്. ഏതാണ്ട് ഒരു കാലഘട്ടത്തിൽ 7 വർഷത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ എല്ലാ സംഭവങ്ങളും ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ജനത്തെ ഉദ്ദീപിപ്പിക്കുകയാണ്, ഭാവി പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയാണ്. നാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മശിക വരും, അല്ലെ? അത് ആ ഒരൊറ്റ കാര്യമാണ് അവരെ ശക്തിപ്പെടുത്താനും, അവരുടെ ഇന്നത്തെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങള് പ്രവാസികളായി ദൈവത്തെ വിട്ടുമാറിയതുകൊണ്ട്, അന്യ ദൈവങ്ങളെ സേവിക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾ പ്രവാസികളായി പോയി, ഞങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ദേവാലയം തീവെന്തും ചുറ്റും നശിച്ചുപോയി,
എന്നവർ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു ജനമാണ്. അവരെ ധൈര്യപ്പെടുത്തുന്നു. ഒരു പുതിയ ദേവാലയം ഉണ്ടാകും. ആ ദേവാലയത്തിൽ അന്ന് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ഷെക്കൈന ഗ്ലോറി അത് മടങ്ങി വരും. ഇതെല്ലാമാണ് പ്രവാചകൻ പറയുന്നത്. രണ്ടു പ്രവാചകന്മാരും, ഹഗായും സക്കറിയാവും, രണ്ടു പ്രവാചകന്മാരും ഇതേ കാര്യം തന്നെയാണ് അവരോട് പറയുന്നത്. ദ ഗ്ലോറി വിൽ കം ബാക്ക്, ഒരു മഹത്വം മടങ്ങി വരും എന്ന് പറയുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഗ്ലോറി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മടങ്ങി വരണം. അത് ദൈവത്തോടുള്ള അനുസരണവും ദൈവം പറയുന്നത് കേട്ടുള്ള ജീവിതവും സമ്പൂർണമായൊരു സമർപ്പണവും, അത് നമ്മുടെ ജീവിതത്തിൽ അനുദിന രൂപാന്തരീകരണം, സമ്പൂർണമായ സമർപ്പണം, ഇത് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്ലോറിയസ് വിക്ടോറിയസ് ലൈഫ്, വിജയകരമായ വിശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മഹത്വത്തോടു കൂടിയ ഒരു ജീവിതം നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് സക്കറിയാവ് ജനങ്ങളോട് പറയുന്നത്, കം ബാക്ക്, മടങ്ങി വരിക, നിങ്ങൾ നിരാശപ്പെടേണ്ട, പണ്ടത്തെ പോലൊരു ജീവിതം നമുക്കുണ്ട്, അല്ലെ? ഏത് സഭയോടും ഏത് സമൂഹത്തോടും നമുക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നിരാശപ്പെടണ്ട, ഡോണ്ട് ബി ഡിസ്ഹാർട്ടൻഡ്, ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്, കം ബാക്ക്, മടങ്ങി വരിക, ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഏതൊരു വ്യക്തിയെയും അവരുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ നിന്നും മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയും, പ്രൊവൈഡഡ് വി സബ്മിറ്റ് അവേഴ്സെൽസ്, നമ്മെ തന്നെ സമർപ്പിക്കുകയും അനുസരണത്തിന് വിധേയപ്പെടുകയും ചെയ്താൽ ഈ ദൈവം ഒരു മഹത്വത്തോടുകൂടി മടങ്ങി വരും എന്നുള്ളത്. ഇത് ജനങ്ങളെ, ഈ പ്രസംഗം ഹഗ്ഗായി നടത്തിയതിന്റെ കാരണം ജനങ്ങളെ ധൈര്യപ്പെടുത്തി ഉദ്ദീപിപ്പിച്ച് നിങ്ങൾ സ്വന്തം വീടുകളുടെ പുറകെ പോകുന്നത് ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് എടുക്കുക. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് തിങ്ക് അബൌട്ട് ദ ബിൽഡിംഗ് ഓഫ് ദി ടെമ്പിൾ, ദേവാലയത്തിന്റെ പണിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഈ പ്രസംഗം നടത്തി സക്കറിയ പ്രവാചകൻ അങ്ങനെ പ്രസംഗിച്ച് അവരെ മടക്കി വരുത്തി. ദേവാലയം BC 516 ദേവാലയം പൂർത്തീകരിച്ചു. ദേവാലയത്തിന്റെ ആ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചു. എന്നാൽ തൽമൂദ് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം അന്നത്തെ പോലെ മടങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്നുവരെയും വന്നില്ല. കാരണം ഈ ദേവാലയം വീണ്ടും നശിപ്പിക്കപ്പെടുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു, അല്ലെ? അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്പൂർണമായ ഒരു മടങ്ങി വരവ് സാധിച്ചില്ല. മലാക്കി പ്രവചിക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ എന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടത് കൊണ്ടുവരുന്നില്ല. അപ്പൊ ജനങ്ങൾ ചോദിക്കും, ഏതിനാൽ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നില്ല? അവ പറയും, നിങ്ങൾ വഴിപാട് കൊണ്ടുവരാത്തതിനും പിന്നെ നിങ്ങൾ എന്റെ ആലയത്തിലെ ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നത് കൊണ്ട് ദശാംശം നിങ്ങൾ എന്റെ ആലയത്തിൽ കൊണ്ടുവരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ദൈവം പറയുകയാണ്. ദൈവം അവരോട് പറയുന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളോ? അവരൊത്തിരി നിരവധി ചോദ്യങ്ങൾ അവർ ചോദിക്കുകയാണ്. പക്ഷെ ദൈവം പറയുന്നു, ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പിന്നെ അവിടുത്തെ സോഷ്യൽ അന്നത്തെ നീതി, നിങ്ങളെ എൻ്റെ യാഗപീഠം നിങ്ങൾ അങ്ങ് അടച്ചു കളഞ്ഞാൽ നല്ലതായിരുന്നു. കരച്ചിലും കണ്ണുനീരും കൊണ്ട് നിന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസത കാണിച്ചു, അവളുടെ കരച്ചിലും കണ്ണുനീരും കൊണ്ട് എൻ്റെ യാഗപീഠത്തെ മൂടിക്കളയും, അല്ലേ? മലാക്കി പ്രവാചകൻ പ്രവചിക്കുകയാണ്. അപ്പോൾ ഒരു സോഷ്യൽ പ്രോബ്ലം അവിടെ ഉണ്ട്. ഈ ജനങ്ങൾ ഇതുവരെ നന്നായിട്ടില്ല. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. അവരുടെ വീടുകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പിന്നെ ഒത്തിരി അനീതി കുടുംബ ജീവിതത്തില്, സാമൂഹിക ജീവിതത്തില് ഒത്തിരി അനീതി അവിടെ നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരിക എന്ന് ദൈവം പറയുന്നു. അപ്പൊ ഒരു വലിയ മടങ്ങി വരവിനെ കുറിച്ച് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്, അല്ലെ? ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. അത് അതുപോലെ തന്നെ അനുസരിക്കുവാനായിട്ട് ഇടയാകണം. ഓരോ കാലഘട്ടത്തിലും ഈ ഉണർവ് ഉണ്ടാകുന്നത് ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നു. ഇപ്പൊ ജോൺ വെസ്ലിയുടെയും ചാൾസ് വെസ്ലിയുടെയും കാലത്ത് റിഫോർമേഷൻ ഉണ്ടാകുന്നത് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ, അല്ലാതെ ഇന്ന് കാണുന്ന മെതഡിസ്റ്റ് സഭയുടെ പ്രവർത്തനമല്ല, ഒരു വലിയ സമൂഹത്തിന്റെ പ്രവർത്തനമല്ല. കത്തോലിക്ക സഭയുടെ ഏതാണ്ട് 1000 വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തിൽ
ദൈവത്തിന്റെ വചന പ്രമാണത്തിൽ നിന്ന് അവർ വളരെയധികം മാറിപ്പോയി. സ്വർഗത്തിൽ പോകണമെങ്കിൽ മറ്റൊന്നും ചെയ്യണ്ട, ഒരു പാപമോചന ചീട്ട് വാങ്ങിച്ചാൽ മതി. ഇനി നമ്മൾ കൊടുക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെ ഓരോ തട്ടുകളുണ്ട്, അതിലെ ദൈവത്തോട് അടുത്തുള്ള സ്ഥലം $1,00,000 കൊടുത്താൽ അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഒരു പ്രൊമോഷൻ ആളുകൾക്ക് കൊടുക്കുവാൻ നമ്മൾ പണം കൊടുക്കുക, ഗിവിങ് ഓഫ് ദ മണി ടു ദ ചർച്ച്, ഇങ്ങനെ അവർ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അതിഭയങ്കരമായ ദുരുപദേശം വന്നിട്ട് ഇരുണ്ട കാലഘട്ടമായിട്ട് വന്നു. അങ്ങനെയാണ് AD 1500 കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതർ അന്നത്തെ കത്തോലിക്ക സഭ കാണിക്കുന്ന ഏറ്റവും വചനവിരുദ്ധമായ 95 കാര്യങ്ങൾ അദ്ദേഹം എഴുതി വിറ്റൻബർഗ് പള്ളിയുടെ വാതുക്കൽ അദ്ദേഹം എഴുതി വെച്ചു. അവിടെ വെച്ച് ഒരു വലിയ ഉണർവ് ആരംഭിക്കുകയാണ്. അപ്പോൾ എപ്പോഴും എന്നും ചരിത്രത്തിൽ വ്യക്തികളിൽ നിന്നാണ് ഉണർവ് ആരംഭിക്കുന്നത്. ഇപ്പോൾ യഹൂദജനത്തിന്റെ ശക്തമായ ബാലിന്റെ പ്രതിഷ്ഠകളെയും അശേര പ്രതിഷ്ഠകളെയും ആരാധിക്കുവാൻ പോയി ജനത്തെ മടക്കി വരുവാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകനെയാണ്. ഏലിയാവ് രാജാവിന്റെ നേരെ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ കഷ്ടപ്പെടുന്നത് നീ നിന്റെ പിതാക്കന്മാർ നിന്റെ പിതൃഭവനവുമാണ് ഇസ്രായേൽ ജനത്തെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ധൈര്യമായിട്ട് പറയുവാൻ എഴുന്നേറ്റ് വന്ന ഒരു പ്രവാചകൻ, അത് ഏലിയ പ്രവാചകനായിരുന്നു. അദ്ദേഹം പറയും, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ കാലി ചവിട്ടുന്നത്? ദൈവത്തെ ആരാധിക്കുന്നു, അത് ബാലിന്റെ പ്രവാചകന്മാരുടെ പുറകെ പോകുന്നു എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ചരിത്രത്തിലെ ഒരു ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, പിന്നെ ഈ ബ്രദറൻകാരുടെ കൂടിവരവിന്റെ കാലത്ത് ഒരു ജോൺ നെൽസൺ ഡാർബി, ജോർജ് മുള്ളർ, ഇതുപോലെയൊക്കെയുള്ള ആളുകളെ ചരിത്രത്തിലെ സൂക്ഷ്മമായ നവീകരണത്തിന് ദൈവം ഉപയോഗിച്ച വ്യക്തികളാണ്. അപ്പൊ അത് ശക്തമായ ആത്മാവിനാൽ നിറയപ്പെട്ട പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജോർജ് വൈറ്റ്ഫീൽഡ് അതുപോലൊരു വലിയ പ്രസംഗകനായിരുന്നു. സ്പർജൻ പ്രസംഗിക്കുമ്പോൾ, ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഈ പന്തലിന്റെ തൂണയിലൊക്കെ കെട്ടിപ്പിടിച്ച് നരകത്തെക്കുറിച്ചുള്ള പേടി കൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. ഇന്ന് നരകത്തെക്കുറിച്ചും പേടിയൊന്നുമില്ല. നരകത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും ആർക്കും ഒരു പേടിയില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പോകത്തേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ന്യായവിധി ഇപ്പൊ വരാൻ പോകുന്നത് അവർക്ക് തോന്നിയിട്ട് അവർ പേടിച്ച് അവരിയ്ക്കുന്ന തൂണയിലൊക്കെ കയറി കെട്ടിപ്പിടിച്ചത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒരു പ്രസംഗമായിരുന്നു സക്കറിയാവിന്റെ പ്രസംഗം. സക്കറിയാവിനെ കുറിച്ച് ക്രിസ്തുവിന്റെ 2ാം വരവ് ചിത്രീകരിക്കുന്നത് സക്കറിയാവിന്റെ സുപ്രധാനമായ പ്രമേയമായിരുന്നു. മറ്റൊന്ന്, കർത്താവിനെ ദാസനായും രാജാവായും ചിത്രീകരിച്ചു. പെൺകഴുതക്കുട്ടിയുടെ പുറത്തു വരുന്ന സഞ്ചരിക്കുന്ന കർത്താവ് അല്ലെങ്കിൽ ദാസനായ കർത്താവ്. മർക്കോസിന്റെ സുവിശേഷത്തിലും ദാസനായ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. തുടർന്ന് മനുഷ്യനായും ദൈവമായും, തുടർന്ന് സക്കറിയാവ് ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം 4 സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ സക്കറിയാവിന്റെ പ്രവചനത്തിൽ ഉണ്ട്. മനുഷ്യനായും ദൈവമായും ദാസനായും രാജാവായും, ഈ 4 കാര്യങ്ങൾ സക്കറിയാവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, നീതിയുള്ള രാജാവ്. സക്കറിയ പ്രവചനം 6-ാം അധ്യായം 12-ാം വാക്യം. സൈന്യങ്ങളുടെ പ്രകാരം ചെയ്യുന്നു, ശാഖ എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ സ്ഥാനത്ത് നിന്ന് വളർന്നു വന്ന് യഹോവയുടെ മന്ദിരം പണി. യഹോവയുടെ ദൂത് 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. അനന്തരം അവൻ എനിക്ക് യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു. യഹോവയുടെ ദൂതൻ എന്ന് കർത്താവിനെ കുറിച്ച് തന്നെ പറഞ്ഞു. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണും
ഞാൻ അതിന് 10 മണി കൊത്തും. ഓക്കെ, ആ 7 കണ്ണുള്ളവൻ അത് കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. 10 മണി കൊത്തും, ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കും എന്ന് സൈന്യങ്ങളെ യഹോവയുടെ ഓക്കെ, 9-ന്റെ 9-ാം വാക്യത്തിൽ അവൻ എളിയ രാജാവ്, കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്ന എളിയ രാജാവ്. 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഓക്കെ, അത് തള്ളപ്പെട്ട മൂലക്കല്ലായിട്ട് ആണ് അതിന് 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ. ഇനിയും 11-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 11-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെ. ഓക്കെ, അതുപോലെ 30 വെള്ളിക്കാശിന് വിറ്റ് കളയുന്നു. അതെ, ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരികയും ഇല്ലെങ്കിൽ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് വീട്ടിൽ. ഓക്കെ, അത് കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഓക്കെ, കൃപയുടെയും ഒരു വലിയ മടങ്ങിവരവിന്റെയും അനുഗ്രഹത്തിന്റെയും വാക്കുകൾ നമുക്കവിടെ കാണുവാൻ കഴിയും. പിന്നെ വരുവാനിരിക്കുന്ന ന്യായാധിപതിയും നീതിയുള്ള രാജാവായിട്ട് 14-ാം അധ്യായത്തില് നമ്മുടെ കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. പിന്നെ മറ്റ് ബൈബിൾ ഭാഗങ്ങൾക്ക് ഈ സക്കറിയ പ്രവാചകൻ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്? ചെറിയ പ്രവാചകന്മാരിലെ വലിയവനാണ് സക്കറിയ പ്രവാചകൻ. കാര്യം 14 അധ്യായങ്ങളുണ്ട് ഇത്. അത് കഴിഞ്ഞ് ഉള്ളത് യോവേൽ പ്രവചനം, ഹോശയ പ്രവാചകനാണ്. ചെറിയ പ്രവാചകന്മാരിൽ കൂടുതൽ അധ്യായങ്ങൾ സക്കറിയ പ്രവചനത്തിനാണ് നൽകിയിരിക്കുന്നത്. മശിഹാ പ്രവചനങ്ങൾ എഴുതിയതിൽ യെശയ്യാവിന്റെ തൊട്ടു പിന്നിൽ, യെശയ്യാ പ്രവാചകനാണ് മശിഹയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നിൽ സക്കറിയ പ്രവാചകന്റെ പ്രവാചക വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണുവാൻ കഴിയും. വ്യത്യസ്തമായ ദർശനങ്ങളും സന്ദേശങ്ങളും വെളിപ്പാടുകൾ നിറഞ്ഞ അരുളപ്പാടുകളും ഒക്കെ നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. ജാതികളുടെ ഭരണകാലത്ത് ഇസ്രയേലിന്റെ ചരിത്രം പ്രവാചകൻ ഊന്നിപ്പറയുന്നുണ്ട്. ഹഗ്ഗായും സക്കറിയാവും പ്രവാസത്തിലെ ശേഷിപ്പിനെ ദേവാലയം പണിയുവാൻ തങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ സമീപനങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഹഗ്ഗായുടെ സന്ദേശം പ്രബോധനപ്രദമാകുമ്പോൾ സക്കറിയാവ് ജനത്തെ ധൈര്യപ്പെടുത്തുന്നു. ഹഗ്ഗായി സംക്ഷിപ്തമായി പറയുമ്പോൾ സക്കറിയാവ് വിപുലമായി രേഖപ്പെടുത്തുന്നു. ഹഗ്ഗായും സക്കറിയാവും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം ജനത്തെ ആശയങ്ങൾ കൊണ്ട് ഒരു പണി നടത്തുന്ന അതിന് എന്തുമാത്രം പ്രയോജനം അതുകൊണ്ട് ചെയ്യും, അങ്ങനെ പണിതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നാണക്കേട് അല്ലെങ്കിൽ ദൈവജനത്തിന്റെ മോശമായൊരവസ്ഥ, ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ജനത്തെ സജ്ജീകരിച്ച് ഹഗ്ഗായി മടക്കിക്കൊണ്ട് വരികയാണ്. അതിന് വിജയം കാണുകയും ചെയ്തു. എന്നാൽ സക്കറിയാവിന്റെ സമീപനം കുറെ കൂടെ വ്യാപകമായിരുന്നു, വിപുലമായിരുന്നു. അത് അവർക്ക് ഈ ദേവാലയത്തിൽ ഒരു വലിയ മഹത്വം വരുവാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മശികയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ അതിന്റെ പ്രാഥമിക അർത്ഥത്തിൽ വരുവാൻ പോകുന്ന ഈ ദേവാലയത്തിൽ ഇരിക്കുന്ന പൗരോഹിത്യത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ചുമാണെന്ന് അവർക്ക് തോന്നും. ഈ മശികയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഇസ്രായേൽ മക്കൾക്ക് പിൽക്കാല പഠനങ്ങളിൽ പോലും മനസ്സിലായിട്ടില്ല.
ഇപ്പോ യെശയ്യാപ്രവചനം 53-ാം അധ്യായം ആരെക്കുറിച്ചാ പറയുന്നത്? ആ എത്യോപ്യൻ മന്ത്രിയായിരുന്ന ഷണ്ണന് ഒരു പിടിയും കിട്ടിയില്ല. അവരുടെ ഇസ്രായേൽ മക്കള് യെശയ്യാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്നാണ് ഇവരുടെ ശാസ്ത്രിമാര് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റു പല രാജാക്കന്മാരെ കുറിച്ചും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. മിസ് ഇന്റർപ്രിട്ടേഷൻ ആണ് അവർ നടത്തിയത്. ഈ പരീശന്മാരും ഇവരുടെ ശാസ്ത്രിമാരും 53-ാം അധ്യായത്തെ അവൻ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ എന്നൊക്കെ പറയുന്നത് അവർക്ക് ഒരു പിടുത്തം കിട്ടി. ഇത് ആരെക്കുറിച്ചാ പറയുന്നത്? അപ്പൊ അവർ പറഞ്ഞു, എഴുതിയ പ്രവാചകനുണ്ടല്ലോ യെശയ്യാവ്, യെശയ്യാവിനെ കുറിച്ച് തന്നെയായിരിക്കും പറയുന്നത്. കാരണം ഇവർക്ക് മനസ്സിലാകുന്നില്ല കാര്യം. അവര് പ്രതീക്ഷിക്കുന്ന മശിഹ ഒരിക്കലും ഇങ്ങനെ ഒരു മരണത്തിൽ കൂടെ പോകാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് അവർക്കറിയത്തില്ലല്ലോ. എന്നാൽ അത് പ്രവാചകൻ നേരത്തെ പറഞ്ഞു, പക്ഷെ അവർക്കത് മനസ്സിലാക്കിയില്ല. അവർക്കത് മനസ്സിലാക്കുവാനുള്ള അവരുടെ ബുദ്ധി തുറന്നിട്ടുമില്ല, അല്ലേ? റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഫലകരം, ദൈവത്തിന്റെ ഭാഗ്യകരമായ ആ വിവരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവികാല പദ്ധതി അത് സക്കറിയാവ് പ്രവചിക്കുമ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും സക്കറിയാവ് പറഞ്ഞു, നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരുത്തൻ വരും. അന്ന് നിങ്ങൾ വിലപിക്കുമ്പോൾ നിങ്ങൾ കുത്തിയവെങ്കിലേക്ക് നോക്കും, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ വിലപിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു മശിഹയെ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. വിജയകരമായി ഇസ്രായേലിന് വേണ്ടി വരുന്ന ഒരു മശിഹയെ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു സക്കറിയാവിന്റെ സുപ്രധാനമായ ദൗത്യം. അത് സക്കറിയ പ്രവാചകൻ ശക്തമായിട്ട് അവരോട് പറയുകയും ചെയ്തു. ജനത്തിന് ആ പ്രവചനങ്ങളും ആ പഠനങ്ങളും. എന്നാൽ സക്കറിയാവിന് പോലും ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അറിയാമോ? ഇല്ല, സക്കറിയാവിനെ മനസ്സിലാക്കിയിട്ടില്ല. ഒറക്കിൾസ് കൊടുക്കുന്നു, അരുളപ്പാട് കൊടുക്കുന്നു, അതങ്ങ് പറഞ്ഞാൽ മതി. അത് സക്കറിയാവ് പറഞ്ഞു. ഇത് 8 ദർശനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്, 4 ദൂതുകളുണ്ട്, 2 ക്ലേശ ഗീതങ്ങൾ. ഇങ്ങനെ അതിനെ വിഭജിച്ചിരിക്കുകയാണ്. ദൈവജനത്തിന്റെ ഭാവി പരിപാടികളെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങൾ. ആദ്യത്തെ 8 അധ്യായങ്ങൾ ദേവാലയം പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശേഷിപ്പിനെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി ആയിരുന്നു. അപ്പൊ ആദ്യത്തെ 8 അധ്യായങ്ങളിൽ അവിടെ ജനത്തെ ധൈര്യപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുവരിക, മാനസാന്തരത്തിലുള്ള ആഹ്വാനം. അതുപോലെ സക്കറിയാവിനുണ്ടായ 8 ദർശനങ്ങൾ 1:7 മുതൽ 6:8 വരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന് മശിഹയുടെ വരവിനെ കുറിച്ചുള്ള ആ പ്രതീക്ഷ അവർക്ക് നൽകുന്ന കാര്യങ്ങൾ. അപ്പം ഈ പുസ്തകം നമ്മൾ വായിച്ച് അധ്യായങ്ങൾ വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നോട്ട് തരുന്നുണ്ട്, നോട്ട് വെച്ചുകൊണ്ട്, രൂപരേഖ വെച്ചുകൊണ്ട് അധ്യായങ്ങൾ വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അത് ആ നിലയിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. മശിഹയെക്കുറിച്ചുള്ള സക്കറിയാവിന്റെ പ്രവചനങ്ങൾ, സക്കറിയാവിന്റെ ജനത്തെക്കുറിച്ചുള്ള ഭാരം 9-ാം അധ്യായത്തിൽ അവർ മശിഹയെ തള്ളിക്കളയുന്നു. അതവരെ പറഞ്ഞു, അത് ഭാവിക അല്ലെങ്കിൽ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ നടന്ന സംഭവമാണ്. മശിഹയുടെ 1-ാമത്തെ വരവ് 9-ാം വാക്യത്തിൽ കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്ന മശിഹ, കർത്താവിന്റെ 1-ാമത്തെ വരവ്. 2-ാമത്തെ വരവ് 9-ാം അധ്യായത്തിന്റെ 10 മുതൽ 10-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങളിൽ ദ സെക്കൻഡ് കമ്മിങ്, ദ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ദ മെസ്സയ, മശിഹയുടെ 2-ാമത്തെ വരവ്. പിന്നെ മശിഹയെ തള്ളിപ്പറയുന്നു, അത് 1-ാമത്തെ വരവിൽ നടക്കുന്ന കാര്യമാണ്. 2-ാമത്തെ ഭാഗം മശിഹയുടെ വാഴ്ച. അപ്പോൾ സക്കറിയ പ്രവാചകൻ തന്നെ നമ്മുടെ കർത്താവ് ഭൂമിയിൽ 1000 ആണ്ട് വാഴുന്ന കാലത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇസ്രയേലിന്റെ വീണ്ടെടുപ്പ്, ദ ടോട്ടൽ റിസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ. മറ്റ് ഇസ്രായേലിന്റെ ആക്ഷരിക രക്ഷ, യൂദയുടെ ആത്മീക രക്ഷ, മശിഹയുടെ ഈ ഭൂമിയിലെ വാഴ്ച, യെരുശലേമിലെ അന്തിമ പോരാട്ടം. അത് 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 14-ന്റെ 1-2. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള ഉപാർപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരും. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവെക്കും.
നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിന് ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. ഓക്കെ. അപ്പൊ യെരുശലേമിന്റെ അന്തിമ പോരാട്ടം അല്ലെങ്കിൽ അർമഗദോൻ യുദ്ധത്തിന്റെ അവസാനത്തിലാണ് ഇത് നടക്കുന്നത്. ആ അന്തിമ പോരാട്ടത്തിൽ മശിഹ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിനുശേഷമാണ് 1000 ആണ്ട് മശിഹ ഇവിടെ വാഴുന്നത്. പിന്നെ മശിഹയുടെ രണ്ടാമത്തെ വരവ് 14-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മശിഹയുടെ രണ്ടാമത്തെ വരവ്. യഹോവ പുറപ്പെട്ടു യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതിയോട് പൊരുതു. അന്നാളിൽ അവരുടെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിന്നു. ഓക്കെ. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പുറത്തു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിക്കും. എന്നാൽ മലകളുടെ താഴ്വര ആസർ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പഭേദമായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചമുണ്ടാകില്ല, ജ്യോതികോളങ്ങൾ മറിഞ്ഞു പോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കിക്കടലിലേക്കും പാതി പടിഞ്ഞാറേക്കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. ഇനി മശിഹയുടെ രാജ്യത്തെ കുറിച്ചുകൂടെ നമുക്ക് ഒന്ന് വായിക്കാം. 14-ാം അധ്യായത്തിന്റെ 9 മുതൽ ചില വാക്യങ്ങൾ വായിച്ചു. ദ കിങ്ഡം ഓഫ് ദ മെസ്സായ, 14-ാം അധ്യായം 9 മുതൽ. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏതും അവൻ നാം യഹോവമായി ദേശം മുഴുവനും മാറി ഏവ മുതൽ യെരൂശലേമിന് തെക്ക് രിമ്മോൻ വരെ സമഭൂമിയായി. നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്തെ ബെന്യാമിൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ കോൺഗോപുരം വരെ തന്നെ. അരനേൽ ഗോപുരം മുതൽ രാജാവിന്റെ ചക്കാലകൾ വരെയും നിവാസികൾക്കുള്ളതാണ്. ഒന്ന് രണ്ട് വാക്യങ്ങളോട് വായിച്ചു. അവർ അതിൽ പാർക്കും. ഇനി സംഹാര ശബ്ദം ഉണ്ടാകില്ല. യെരൂശലേം നിർഭയം വസിക്കും. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷപ്പാടുള്ള ശിക്ഷയാക്കി. അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞ് അഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. ഓക്കെ. ഒരു യുദ്ധത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ വായിച്ചത്. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജനതകളെയും യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞ് അഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞ് അഴുകിപ്പോകും. നമുക്കറിയാം, ഇന്ന് വികസിത വൻകിട രാജ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആറ്റം ബോംബുകൾ നിക്ഷേപിച്ചു കഴിയുമ്പോൾ മനുഷ്യ ജീവിതത്തിനുണ്ടാകുന്ന കാര്യമാണ്. കണ്ണ് തടത്തിൽ നിന്ന് അഴുകിപ്പോകുമെന്ന് പറഞ്ഞത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇന്നും അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന അതിഭീകരമായ ഒരു ജീവിത അവസ്ഥയാണ്. അതിനെയൊക്കെ സംരക്ഷിക്കുവാനാണ് അമേരിക്ക ഒത്തിരി കാര്യങ്ങൾ ജപ്പാനിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1945 ഉണ്ടായ അതിഭയങ്കരമായ ബോംബിംഗ് മുഖാന്തരം ഇന്നും ആ ജനത അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സക്കറിയ പ്രവാചകൻ പറയുന്നത് ഇത് തന്നെയാണ് അന്ന് സംഭവിക്കുവാൻ പോകുന്നത്. അത് ദൈവത്തിന്റെ ഭയങ്കരമായ കോപവും ശിക്ഷയും ജനങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ അത് സത്യമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ബോംബിങ്ങിന്റെ അനന്തര ഫലങ്ങൾ ഇന്നും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ലോകത്തിലെ വൻകിട ശക്തികൾ ഒരു ആറ്റം ബോംബ് നിക്ഷേപിക്കുവാനായിട്ട് ഭയങ്കരമായ ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണ്. അന്നാളിൽ യഹോവയുടെ സംഭ്രമം അവരുടെ ഇടയിൽ ഉണ്ടാകും. 13-ാം വാക്യം. അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനെ കയറി പിടിക്കും. ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. യഹൂദയും യെരൂശലേമിൽ വെച്ച് യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജനതകളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും.
അവരുടെ പാളയങ്ങളിലുള്ള കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത എന്നീ സകല മൃഗങ്ങൾക്കും മുൻപറഞ്ഞതുപോലെയുള്ള ബാധയുണ്ടാകും. സത്യത്തിൽ ഈ യെരൂശലേം പിടിക്കപ്പെട്ടതിന് ശേഷം അവര് ഒരു ശേഷിപ്പിനെ മടങ്ങി യെരൂശലേമിലേക്ക് വന്നു. ആ ശേഷിപ്പിന്റെ കാലഘട്ടം മലാക്കി പ്രവചനത്തിന് ശേഷം അവര് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. തുടർന്ന് അവർ നമ്മുടെ കർത്താവിന്റെ കാലത്ത് അല്ലെങ്കിൽ AD 67 BC 67 റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായി, റോമൻ ഭരണത്തിന്റെ കീഴിലായി. ഈ കാലഘട്ടത്തിലൊന്നും, കർത്താവിന്റെ കാലത്ത് ഒന്നും ഈ യുദ്ധത്തിൽ ഇവിടെ വിശദീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം പിന്നെ യഹൂദൻ ഇതേപോലെ പ്രബലമായ ശക്തിയായിട്ട് വന്നിട്ടില്ല. എന്നാൽ ബാൽഫർ പ്രഖ്യാപനത്തോട് 1947 ബാൽഫർ പ്രഖ്യാപനത്തോടു കൂടിയാണ് അവർക്കൊരു രാജ്യം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ രാജ്യമായിട്ട് വന്ന് പിന്നീടുള്ള ഡെവലപ്മെന്റ്സും അവരുടെ ശക്തിയും വളർച്ചയും ഒക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ ശക്തിയും വളർച്ചയും ഒന്നുകൊണ്ടും അവർക്ക് ആത്യന്തികമായ ഒരു വിജയം നേടുവാനായിട്ട് സാധിക്കത്തില്ല. ലോകത്തിലെ സകല രാജ്യങ്ങളും അവർക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ജനത എന്നുള്ള നിലയിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതാണ് സക്കറിയാവ് പറയുന്നത്. അവർക്ക് ഈ ഇന്ന് അമേരിക്കയോ ബ്രിട്ടനോ ഒക്കെ കൊടുക്കുന്ന ശക്തി കൊണ്ട് ഇതിനെ നേരിടുവാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം, ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ ഇവര് ഒരു 100 എണ്ണം ഇടുമ്പോൾ 10 എണ്ണം ഇവിടെ വീഴുന്നു. ആ 10 എണ്ണം വീഴത്തിൽ അത് തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളൊക്കെ നശിപ്പിച്ചു കളയുന്നു. അപ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അനേക രാജ്യങ്ങളിൽ നിന്ന്, ശക്തരായ അനേക രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവർക്ക് തന്നെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് മുതലായ വൻകിട ശക്തികൾ അവരെ സഹായിക്കത്തില്ല. അവരും മാറിപ്പോകും. അങ്ങനെ ഇവര് തനിയെ നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെ തനിയെ നിൽക്കുന്ന കാലഘട്ടത്തിൽ അവര് നിലവിളിക്കും. അവർ പരാജയപ്പെടുവാൻ പോകും. അപ്പോൾ അവർ നിലവിളിക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കും. അന്തിമ യുദ്ധത്തിന്റെ ഭയാനകതയെക്കുറിച്ചാണ് സക്കറിയാവ് ഇവിടെ പറയുന്നത്. കാരണം ഇത് ഭാവികാലപരമായ ഒരു സംഭവമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. കാരണം ഇത് സംഭവിച്ച് ഇവര് പ്രവാസത്തിൽ നിന്ന് ചുരുക്കം പേരായിട്ട് മടങ്ങി വരുന്നു. ഇതിനുശേഷം മതിൽ പണിയുവാനായിട്ട് നെഹമ്യാവും കൂട്ടരും വരുന്നു. അങ്ങനെ അവർ വന്നു കഴിഞ്ഞ് അവർ വീണ്ടും പിടിക്കപ്പെടുകയാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായി മക്കാബിർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഈ 400 വർഷത്തിനിടയ്ക്ക് ഉള്ള കാലഘട്ടത്തിൽ BC ഏതാണ്ട് 160 കാലഘട്ടത്തിൽ ഈ മക്കാബിരുടെ കീഴിൽ ഒരു വലിയ റിവോൾട്ട് റോമൻ സാമ്രാജ്യത്തിന് എതിരായിട്ട് നടത്തുന്നുണ്ട്. അന്നേരം ഒന്നും അവർക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുപോലുള്ള അനേക സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നും അവരൊരു രാജ്യമായിട്ട് ശക്തിയായിട്ട് വരുന്നില്ല. കർത്താവിന്റെ കാലത്തും അവരൊരു രാജ്യമല്ല. ഹേരോദ രാജാക്കന്മാരാണ് അവരെ ഭരിക്കുന്നത്. അവര് ഹസ്മോണിയൻ ഡൈനാസ്റ്റിയിൽപ്പെട്ട രാജാക്കന്മാർ, ഒറിജിനൽ യഹൂദന്മാരല്ല. പിന്നീട് എന്നാൽ ഈ സംഭവം നടക്കുവാൻ പോകുന്നത് ഭാവിയിലാണ്. ഇന്ന് അവരൊരു രാജ്യമാണ്. ആ രാജ്യം ആരോടും പൊരുതുവാനുള്ള ശക്തി അവർക്കുണ്ട്. എങ്കിലും ലോകത്തിലെ സകല രാജ്യങ്ങളും കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർ 10,000 മടങ്ങ് 20,000 പടയാളികൾ എന്ന് പറഞ്ഞാൽ 20 മില്യൺ പട്ടാളക്കാര് അത് ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ ഉള്ളു. അവർ യൂഫ്രട്ടീസ് നദി കടന്ന് ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് വരികയാണ്. വടക്കേ രാജാവ് എന്ന് പറയുന്നത് റഷ്യയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം റഷ്യയോട് ചേർന്നുകൊണ്ട് ഈ അർമഗദോൻ യുദ്ധത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ആ യുദ്ധത്തിലാണ് അവർ പരാജയത്തിന്റെ വക്കിലേക്ക് വരികയാണ്. അപ്പോഴാണ് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുന്നത്, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവര് വിലപിക്കുന്നത്. അപ്പൊ സക്കറിയാവ്, നിങ്ങൾക്ക് രാജ്യപരമായിട്ട് ഒരു നാഷണൽ റെസ്റ്റോറേഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദേശീയമായ വീണ്ടെടുപ്പ് സാധിക്കുവാനായിട്ട് പോകുന്നു. യഹൂദയും യെരൂശലേമിലും വെച്ച് യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജനതകളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും. അവരുടെ പാളയങ്ങളിലുള്ള കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത എന്നീ സകല മൃഗങ്ങൾക്കും മുൻപറഞ്ഞ ഇതുപോലെയുള്ള ഒരു ബാധയുണ്ടാകും. എന്നാൽ യെരൂശലേമിന് നേരെ വരുന്ന സകല ജനതകളെയും ശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ ആരാധിക്കുവാനും
കൂടാരപ്പെരുന്നാൾ ആചരിക്കുവാനും ആണ്ടുതോറും വരും. അങ്ങനെ ആ യുദ്ധത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ആ യുദ്ധം അവസാനിച്ച ഒരു മശിഹയുടെ ഭരണം ഇവിടെ ആരംഭിക്കും. അത് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ ഇരുമ്പും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു കാല്, ആ കാലിന്മേൽ കൈ തൊടാതെ പറഞ്ഞു വരുന്ന ഒരു കല്ല് വന്ന് ഈ കാലിന്മേൽ അടിക്കും, അല്ലേ? അടിച്ചിട്ട് ആ ബിംബം മുഴുവനും തകർന്നു പോകും. സകല രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് സർവശക്തനായ ദൈവം എന്നേക്കും നിലനിൽക്കുന്ന ഒരു വലിയ പർവ്വതമായിട്ട് മാറും. അങ്ങനെ യുദ്ധങ്ങൾ അവസാനിച്ചിട്ട് ഒരു ഭരണം ഈ ലോകത്തിൽ വരുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സഖറിയ പ്രവാചകൻ അവസാനിപ്പിക്കുന്നത്. എല്ലാം യഹോവയ്ക്ക് വിശുദ്ധം, യഹോവയായ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിലൊക്കെയും നിറയുവാൻ പോകുന്നു എന്നുള്ള ഭാവികാലപരമായ, അന്ന് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഉള്ള കാലമല്ല. പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അവര് ഈ ബാബിലോന്യ സാമ്രാജ്യത്തിന്റെ കീഴിൽ ആണെങ്കിലും ഒരു ചെറിയ ശേഷിപ്പ് വന്ന് ഈ ദേവാലയം പണിയുന്നു എന്ന് അത്രയും മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ സഖറിയ പ്രവാചകൻ ഈ മൈനർ പ്രോഫറ്റ്സിലെ ഏറ്റവും വലിയ പ്രവാചകനായ സഖറിയ പ്രവചനം അവസാനിക്കുകയാണ്. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതാനും ചില വർഷങ്ങൾ കൂടെ കഴിയുമ്പോഴാണ് മലാഖി പ്രവചിക്കുന്നത്. മലാഖിയുടെ പ്രവചനത്തിൽ പിന്നീട് പിൽക്കാലത്ത് നെഹമ്യാവിന്റെ കാലത്ത് പ്രവചിച്ച പ്രവാചകനാണ് മലാഖി. ദൈവവുമായുള്ള ബന്ധം വിട്ട് തെറ്റായ സുരക്ഷിതത്വ ബോധവും ദുഷിച്ച പുരോഹിത ശുശ്രൂഷയും നടക്കുന്ന കാലമായിരുന്നു അത്. ചോദ്യോത്തര രീതിയിലാണ് പ്രവാചകൻ ദൈവം മനുഷ്യരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം അവർ പറയും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദൈവം ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ അവരിങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിന്റെ ചോദ്യം അവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വളരെ എല്ലാം ദൈവത്തിനു മുമ്പ് ദൈവമേ നീ സകലവും അറിയുന്നു. ഇപ്പം കർത്താവ് 3 ചോദ്യങ്ങൾ പത്രോസിനോട് ചോദിച്ചു, അല്ലേ? ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് ഉത്തരം പറയുന്നത് എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നാണ്, അല്ലേ? പ്രിയമുണ്ടെന്നാണ് പത്രോസ് പറയുന്നത്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പോ കർത്താവ് ഒരു പടി കൂടെ താഴോട്ട്, നിനക്ക് എന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ എന്ന് 3ാമത്തെ ചോദ്യം. അപ്പൊ പത്രോസിന് മനസ്സിലായി. അപ്പൊ പത്രോസ് പറയുന്നത്, നീ എല്ലാം അറിയുന്നു, നീ എല്ലാം അറിയുന്നു കർത്താവേ. ഇത് മാത്രമേ നമുക്കും പറയുവാനുള്ളൂ. ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ, ലോർഡ് യു നോ എവറിത്തിങ്. അതിന്റെ അർത്ഥം ഐ കംപ്ലീറ്റ്ലി സറണ്ടർ. ഞാൻ സമ്പൂർണമായി. പത്രോസ് അവിടെ സറണ്ടർ ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് കർത്താവിന് പത്രോസിനെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനുള്ള പ്രാരംഭം കുറിക്കുന്നത്. അവിടെ വെച്ചാണ്, അല്ലേ? ആ കംപ്ലീറ്റ് സറണ്ടറൻസ് ഇൻ അവർ ലൈഫ് ദാറ്റ് സ്റ്റാർട്ട്സ് എ ന്യൂ ബിഗിനിങ് ഇൻ അവർ ലൈഫ്. ഒരു പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. ദൈവത്തിന് നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ മലാഖി നിരവധി ചോദ്യങ്ങളുടെ രൂപത്തിൽ ദുഷിച്ച പുരോഹിത ശുശ്രൂഷ. പ്രവാചകനും പുരോഹിതനും ദൈവത്തിന്റെ വേദം അറിയേണ്ടവനാണ്. പുരോഹിതൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം പാലം എന്നാണ്. ബ്രിഡ്ജ് എന്ന് പറയാൻ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ബ്രിഡ്ജാണ് പുരോഹിതൻ. പക്ഷെ പുരോഹിതന് വേദം അറിയണം. ഇവിടെ പുരോഹിതന് വേദം അറിയുന്നില്ല. മലാഖി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിന്നെ നടക്കുന്ന ഈ ചോദ്യോത്തര രീതിയിലാണ് പ്രവാചകൻ ജനങ്ങളും ദൈവവുമായുള്ള ബന്ധം മനസ്സിലാക്കി തരുന്നത്. മലാഖി ജനങ്ങളുടെ കപടഭക്തി, അവിശ്വസ്തത, മിശ്ര വിവാഹം, വിവാഹമോചനം, തെറ്റായ ആരാധന തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഇവിടെ ജനങ്ങൾ കുറെ കൂടെ ഇസ്രായേലിലേക്ക് വന്ന് യെരൂശലേമിൽ വന്നവര് താമസിക്കുന്നു. അവരുടെ മതില് പണിതു, ദേവാലയം പണിതു അവരവരുടെ വീടുകൾ പണിതു, അവർ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പൊ ഈ ജീവിതം ആരംഭിച്ചപ്പോൾ അവിടുത്തെ സോഷ്യൽ വ്യവസ്ഥിതി നാം ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവരിരുവരും ഒരു ദേഹമായി തീരും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്നുള്ള ശക്തമായ നിബന്ധനയെ ലംഘിച്ചുകൊണ്ട് അവര്
അവർ തെറ്റായ ആരാധന, മിശ്ര വിവാഹം, വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ദൈവത്തിന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാത്ത കാലം. മലാക്കി പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ജനത്തോട് ദൈവീക ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞ ശേഷം 400 വർഷം ദൈവിക അരുളപ്പാടുകൾ ദൈവം അറിയിച്ചിട്ടില്ല. യോഹന്നാൻ സ്നാപകന്റെ വരവോടെയാണ് ദൈവം അവരോട് ആശയവിനിമയം നടത്തുന്നത്. ഏലിയാവിന്റെ ആത്മാവോടുകൂടി ഒരുത്തൻ വരുമെന്ന് മലാക്കിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എനിക്ക് മുമ്പായി വഴിയൊരുക്കേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ വേഗത്തിൽ തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു. അപ്പോൾ എനിക്ക് മുമ്പായി ഞാൻ അയക്കുന്ന ഒരു ദൂതൻ, സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങളെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുമെന്ന് ഉള്ള ശക്തമായ വിപൽ പ്രബോധനവുമായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ രംഗപ്രവേശനം ചെയ്യുന്നത്. പിന്നീട് ദൈവം ഈ പ്രവാചകൻ മുഖാന്തരമാണ് അവരോട് സംസാരിച്ച് തുടങ്ങുന്നത്. ദൈവത്തിന്റെ പദ്ധതി വളരെ പ്രസിദ്ധമാണ്. മലാക്കി എന്ന് പറയുന്നത്, മലക്ക് എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നർത്ഥം അല്ലേ? മലക്ക്. മലാക്കി എന്ന് പറഞ്ഞാൽ മൈ മെസ്സഞ്ചർ, എൻ്റെ ദൂതൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഈ പേര് ഈ പുസ്തകത്തില് അനുയോജ്യമാണ്. കാരണം ഒരു ഉടമ്പടിയുടെ മശിഹ വരുന്നു എന്ന് ഒരു പ്രവാചകൻ പ്രവചിച്ചിരുന്നു. ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദൂതൻ എന്ന് 3 പ്രാവശ്യം പറയുന്നുണ്ട്. 2-7 വാക്യത്തിലും 3-1 വാക്യത്തിലും എൻ്റെ ദൂതൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. ഗ്രന്ഥകാരൻ പഴയ നിയമത്തിലെ മലാക്കി എന്ന് പറഞ്ഞിരിക്കുന്ന ആ മലാക്കി തന്നെയാണ്. ഏകദേശം മലാക്കി എന്ന് പറഞ്ഞിരിക്കുന്ന ഏകഭാഗം മലാക്കി 3-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. 3-1. എനിക്ക് മുമ്പായി വഴി നിൽക്കേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. ഓക്കെ, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവർ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ദൂതൻ, ഗ്രന്ഥകാരന്റെ പേര് എടുത്തുച്ചരിക്കുന്നത് പോലെ തന്നെ ഒരു ദൂതൻ എന്ന് പറയുന്നത് ഈ 3-1 വാക്യത്തിലാണ്. ഈ മലാക്കി പ്രവചനത്തിന്റെ പ്രത്യേകത ഇതിന്റെ ഗ്രന്ഥകർത്തൃത്വം, ഇതിന്റെ ഓതർഷിപ്പ്, അതുപോലെ എഴുതിയ സമയം, പുസ്തകത്തിന്റെ യൂണിറ്റി, ഈ കാര്യങ്ങൾ ആരും കാര്യമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല. കുറെ കൂടെ വ്യക്തതയോടുകൂടിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഭാഷാപരമായ ഏകത്വം, രീതി ഈ പുസ്തകം ആകമാനം നമുക്ക് കാണുവാൻ കഴിയും. മലാക്കിയെക്കുറിച്ചോ തൻ്റെ പിതാവിനെ കുറിച്ചോ നമുക്കൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. യഹൂദ പാരമ്പര്യം പറയുന്നത് മലാക്കി വലിയ സിനഗോഗിന്റെ അംഗം ആയിരുന്നു എന്നാണ്. ഈ കാലഘട്ടത്തിൽ സിനഗോഗാണ് അവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം യഹോവയുടെ ഷെക്കൈന പണിത ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല, യാഗപീഠം അവിടെ ഇല്ല. അതുകൊണ്ട് സിനഗോഗിലാണ് അവരെ പ്രാർത്ഥിക്കുന്നത്. ഇതിന്റെ എഴുതിയ കാലം, പശ്ചാത്തലം, ഇത് കൃത്യമായ കാലം കണക്കാക്കുവാൻ നമുക്ക് സാധിക്കില്ല. എങ്കിലും ആന്തരിക തെളിവുകൾ അനുസരിച്ച് നാടുവാഴി എന്നതിന്റെ പേർഷ്യൻ വാക്ക് പേക്കഹ് എന്നാണ്. അത് മലാക്കി 1:8, മലാക്കി 1:8 വാക്യത്തില് നിങ്ങൾ കണ്ടുമുട്ടിയതിനെ യാഗം കഴിക്കാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടങ്ങും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അതൊരു ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുന്നു. നിന്നോട് പക തോന്നുമോ? സൈന്യങ്ങളുടെ യഹോവ അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ ദേശാധിപതി എന്നുള്ള വാക്ക് പേക്കഹ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ ഒരു പേർഷ്യൻ വാക്കാണ്. അപ്പോൾ പേർഷ്യൻ ചക്രവർത്തിമാരാണ് ഇപ്പോൾ അവരെ ഭരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. നെഹമ്യാവ് 5:14, നെഹമ്യാവ് അവിടെ ദേശാധിപതി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പൊ അതുകൊണ്ട് കാലക്കണക്ക് നോക്കിയാൽ BC 530-നും 333-നും ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. അവർ പേർഷ്യൻ ഭരണത്തിന്റെ കീഴിലാണ്.
അവിടെ യാഗങ്ങൾ ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ടു. 1:7 10:38 നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ദേവാലയ പുനർനിർമ്മാണം കഴിഞ്ഞ് BC 516 യാഗാർപ്പണം തുടങ്ങിയ ശേഷം നിരവധി വർഷങ്ങൾ കടന്നുപോയി. കാരണം പുരോഹിതന്മാർക്ക് ആരാധനയിൽ താല്പര്യമില്ലാതായി. പൗരോഹിത്യ സമ്പ്രദായത്തിൽ അഴിമതി കടന്നുകൂടി. നെഹമ്യാവ് നേരിട്ട അതേ പ്രശ്നങ്ങൾക്ക് എതിരായാണ് മലാക്കി അരുളപ്പാട് പറയുന്നത്. അഴിമതിക്ക് എതിരായ അഴിമതിക്കാരായ പുരോഹിതന്മാർ. മലാക്കി 1:6 മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ നിന്ദിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവര് ചോദിക്കുകയാണ്, ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ നിന്ദിക്കുന്നു. ഇതാരാ ചെയ്യുന്നത്? പുരോഹിതന്മാര് ദൈവത്തിന്റെ യാഗപീഠത്തെ നിന്ദിക്കുകയാണ്, യാഗത്തെ നിർമ്മിക്കുകയാണ്. നിങ്ങൾ എന്നെ യാഗപീഠത്തിൽ മലിന ഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ ചോദ്യവും ഉത്തരവുമാണ് ഇവിടെ കാണുന്നത്. യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിക്കാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ലേ? നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ലേ? അതിനെ നിങ്ങൾ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. ആകയാൽ ദൈവം കൃപ കാണിക്കാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. 1-ാം അധ്യായത്തിൽ തന്നെ ജനങ്ങളുടെ പ്രതികരണം പുരോഹിതന്മാർ തന്നെ മലിനമായതും കണ്ണുപൊട്ടിയതിനെയും കാലൊടിഞ്ഞതിനെയും ഒക്കെയാണ് യഹോവയ്ക്ക് അർപ്പിക്കുന്നത്. അപ്പോൾ യഹോവ പ്രസാദിക്കുമോ? ഒരു ചോദ്യം പ്രവാചകൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിനെ കൊണ്ടുപോയി നിങ്ങളുടെ ദേശാധിപതിക്ക് അർപ്പിച്ചാൽ അവനത് സ്വീകരിക്കുമോ? അത് നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അന്നേരം ദേശാധിപതിയെ അബ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ പോകുന്നവർ ശിക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലം പുരോഹിതന്മാര് അവരുടെ ശുശ്രൂഷയിൽ അവർ പിന്മാറുന്നു, ദൈവത്തെ അനുസരിക്കുന്നില്ല, പുരോഹിതന് വേദം അറിയത്തില്ല. നിങ്ങൾ എന്റെ യാഗപീഠത്തിനുള്ളിൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു, അവന്റെ ഭോജനമായ അതിന്റെ അനുഭവം നിന്ദ്യം ആകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കും. അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും അല്ലെങ്കിൽ പുരോഹിതന്മാര് ജനങ്ങള് ഇവരെല്ലാം ദൈവത്തിന്റെ നാമത്തെ നിഷേധിക്കുകയാണ്, അശുദ്ധമാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ ഈ യാഗപീഠം നിങ്ങൾ അടച്ചു കളയുക എന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. മറ്റൊരു കാര്യം, നിങ്ങള് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അങ്ങനെ നിങ്ങൾ എന്റെ വഴികൾ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷപാതം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നിസ്സാരന്മാരുമാക്കിയിരിക്കുന്നു. ഓക്കെ, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പിതാക്കന്മാരുടെ നിയമം അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം അവിശ്വസ്തത കാണിക്കുന്നത് എന്തിന്? യഹൂദ അവിശ്വസ്തത കാണിച്ച് ഇസ്രായേലിലും യെരൂശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് അവന്റെ വിശുദ്ധ മന്ദിരം യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. അപ്പൊ മിശ്ര വിവാഹം ഇവിടെ നടക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ ആരായാലും യഹോവയുടെ ന്യായപ്രമാണം
പഠിക്കുന്നവനായാലും പഠിപ്പിക്കുന്നവനായാലും യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനായാലും അവനെ യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്നും യഹോവ ഛേദിച്ചു കളയും. നിങ്ങൾ ഇങ്ങനെയും ചെയ്തു. യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠം കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. വിവാഹമോചനം വെറുക്കുന്ന ദൈവത്തെ ഇവിടെ കാണാം. എന്നാൽ നിങ്ങൾ അതെന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മഭക്തിയിൽ നിന്നാണ്. ഇവിടെ വിവാഹ ഉടമ്പടിയുടെ ഭാര്യയുമല്ലോ, നിന്റെ ധർമ്മഭക്തിയുമല്ലോ. ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലോ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് രണ്ടാമത്തെ സുപ്രധാനമായ ഒരു കാര്യം ഇവിടെ പ്രവാചകൻ പറയുകയാണ്. നിങ്ങളുടെ സോഷ്യൽ ഇൻജസ്റ്റിസ്, യഹോവയോടുള്ള പുരോഹിതന്മാരുടെ നിന്ന, അതുപോലെ അന്യോന്യം അവിശ്വസത കാണിക്കുന്നു. യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്നു. അവളുടെ കരച്ചിലും കണ്ണുനീരും യാഗപീഠത്തിൽ അവൾ വന്ന് കരയുകയാണ്. സോ കുഡ് യു പ്ലീസ് ക്ലോസ് ഡൗൺ ദി ഓൾട്ടർ, ഈ യാഗപീഠത്തെ നിങ്ങളൊന്ന് അടച്ചു കളയാമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. അപ്പം ഇവിടെ എസ്രായുടെ നവോത്ഥാന വരവിന് ശേഷം 13 വർഷങ്ങൾ കഴിഞ്ഞാണ് ഹഗ്ഗായും സക്കറിയാവും പ്രവചിച്ചത്. അങ്ങനെയെങ്കിൽ അതിലും 100 വർഷം കഴിഞ്ഞാണ് മലാക്കി പ്രവചിക്കുന്നത്. ഏതാണ്ട് അത് കണക്കാക്കുമ്പോൾ ഏതാണ്ട് 357 BC 357 കാലഘട്ടത്തിലാണ് മലാക്കി പ്രവചിക്കുന്നത്. ഇനിയും ഇതിന്റെ വിഷയം യഹൂദ ജനങ്ങളുടെ ഭാഗത്ത് കടന്നുകൂടിയ ഗുരുതരമായ അവിശ്വാസം, നിരാശ, നിരുത്സാഹം ഇവയ്ക്കെതിരെയുള്ള ശക്തമായ പ്രബോധനമാണ് മലാക്കിയുടെ അരുളപ്പാടുകൾ. ജനങ്ങളും ദൈവവുമായുള്ള സംഭാഷണ രീതി, മലാക്കി തന്റെ വിഷയം സംഭാഷണ രീതിയിലാണ് മലാക്കി തന്റെ വിഷയം അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നിലയിലെങ്കിലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമോ എന്ന് വെച്ച് പ്രവാചകൻ ദൈവം ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ അവരുടെ മേൽ ഇട്ടുകൊടുക്കുകയാണ്. അവർ പറയുന്ന മറുപടി പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചു. എല്ലാത്തിനും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, അല്ലേ? ദൈവത്തിന്റെ ചോദ്യങ്ങൾക്ക് ദൈവത്തെക്കാൾ കൂടുതൽ ദേ ആർ ക്വസ്റ്റ്യനിങ് ഗോഡ്. അപ്പം പിന്നീട് ദൈവം അവരോട് സംസാരിച്ചിട്ടില്ല. മലാക്കിയില് ക്രിസ്തു 400 വർഷത്തെ പ്രാവചനിക നിശബ്ദത ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രവാചകനാണ്, അല്ലെങ്കിൽ 400 വർഷം നിശബ്ദ വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച പ്രവാചകനാണ് അദ്ദേഹം. ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ക്രിസ്തുവിന്റെ വരവിന് മുൻപ് യോഹന്നാൻ സ്നാപകന്റെ വരവും ഇതൊക്കെ പ്രവാചകൻ വ്യക്തമായിട്ട് പ്രവചിക്കുന്നുണ്ട്. ഏലിയ പ്രവാചകന്റെ കാര്യം മായിട്ട് കമ്പയർ ചെയ്ത് സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നു. എന്നാൽ ഏലിയാവ് കർത്താവിന്റെ 2ാം വരവിന് മുമ്പ് വീണ്ടും പ്രത്യക്ഷമാകും എന്നുള്ള ഭാവികാലപരമായ, അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 2 സാക്ഷികളുടെ കാര്യം പറയുന്നുണ്ട്. അതിലൊന്ന് ഏലിയാവായിരിക്കും എന്ന് വ്യക്തമായിട്ട് വേദപണ്ഡിതന്മാർ അതാണ് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയോടും ധാരണയോടും കൂടിയാണ് ഈ പുസ്തകം ഇവിടെ അവസാനിക്കുന്നത്. ഇതിൻ്റെ ഒരു രൂപരേഖ കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദേശത്തിന്റെ പദവി, ദേശത്തിന്റെ മാലിന്യം, ഇസ്രായേൽ പുരോഹിതന്മാരുടെ പാപം. പുരോഹിതന്മാർ യഹോവയുടെ നാമത്തെ നിന്ദിക്കുന്നു, യഹോവ പുരോഹിതന്മാരെ ശപിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ പാപം, ജനങ്ങൾ വിഗ്രഹാരാധന തുടങ്ങി, ജനങ്ങൾ വിവാഹമോചനം നടത്തുന്നു. യഹോവ തന്റെ ആഗമനത്തിൽ അവരെ സ്വയം വിധിക്കും. ദൈവത്തെ ജനങ്ങൾ തോൽപ്പിക്കുന്നു. ദൈവത്തെ ജനങ്ങൾ തോൽപ്പിക്കുന്നത്, ദൈവത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് തൻ്റെ ആലയത്തിൽ നമ്മളാരും ഒന്നും കൊടുത്തില്ലെങ്കിലും അതൊക്കെ നടക്കും. പക്ഷേ നമുക്കൊരു ഡ്യൂട്ടിയുണ്ട്. യഹോവയായ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ദാറ്റ് വിച്ച് ഇസ് ഡ്യൂ ടു ഗോഡ് വി ഷുഡ് ഗീവ്.
ദൈവത്തിന് അർഹമായിരിക്കുന്നത് ദൈവത്തിന് നമ്മൾ കൊടുത്തേ മതിയാകുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് അവൻ മുഖാന്തരം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അപ്പൊ ദൈവത്തിന് അർഹമായുള്ളത് നമ്മൾ ദൈവത്തിന് കൊടുത്തേ മതിയാകുള്ളൂ. ദേശത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓർമ്മ പുസ്തകത്തിൽ ദൈവം നീതിമാനും നീതികെട്ടവനും തമ്മിലുള്ള വ്യത്യാസം അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. 3-ാം അധ്യായത്തിലെ ആ വാക്യം കൂടി വായിക്കാം. അല്ല ആ ഓക്കെ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അപ്പൊ അത് ഈ ഭാഗം ചെറിയ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുന്ന നമുക്ക് അതിലെ സുപ്രധാനമായ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് നീതിമാനും നീതികെട്ടവനും തമ്മിലുള്ള വ്യത്യാസം എന്നറിയും. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പൊ ഇന്നും യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കും. പക്ഷേ ഫലം നമ്മളെ ശിക്ഷയായിട്ട് മാറരുത്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തെ സ്തുതിക്കുന്നതും നമ്മുടെ മറ്റുള്ളവരെ ശ്ലാഘിച്ചുള്ള സംസാരമായിരിക്കണം. വാ പൊളിച്ചാൽ മറ്റുള്ളവരുടെ കുറ്റം മാത്രം പറയുന്ന സ്വഭാവം ഒരിക്കലും പാടില്ല. അത് യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കും. യഹോവയുടെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകമുണ്ട്. നമ്മളൊക്കെ പറയുന്നത് രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ നല്ല കാര്യങ്ങൾ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നമുക്കൊരു പ്രതിഫലമുണ്ട്. അതും ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്യോന്യം സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ വേറൊരാളുടെ കുറ്റം പറയുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമുക്കറിയത്തില്ല, വി കനോട്ട് ജഡ്ജ് എനിവൺ. ആരെയും വിധിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ അന്നത്തെ ജനത്തിന്റെ സ്വഭാവത്തെ ശരിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീർ ആയിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം പിതാക്കന്മാരോടും നിരപ്പിക്കും. ഏലിയാവിനെ യഹോവയുടെ മഹത്വമേറിയതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്ന് ഏലിയ പ്രവാചകനായിരിക്കും എന്ന് വേദപണ്ഡിതന്മാരുടെ ശക്തമായ അഭിപ്രായം അതാണ്. അപ്പോൾ യഹോവയായ ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുവാനായിട്ട് വരുന്നു എന്നുള്ള ശക്തമായ പ്രതിപാദ്യത്തോടു കൂടിയാണ് മലാഖിയുടെ പ്രവചനം അവസാനിക്കുന്നത്. അതുമാത്രമല്ല, യഹോവ ഭക്തന്മാര് തമ്മിൽ സംസാരിക്കുന്നു. യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. യഹോവയെ ആരാധിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ വേണം ആരാധിക്കേണ്ടത്. നമുക്ക് മലിനമായതും കണ്ണുപൊട്ടിയതിന് യഹോവയ്ക്ക് അർപ്പിക്കുവാനായിട്ട് പാടില്ല. നിനക്ക് ഹൃദയത്തിന്റെ ശുദ്ധിയോടുകൂടി ഒരു പക്ഷേ ഒരു 100 രൂപയെ അല്ലെങ്കിൽ 10 രൂപയെ ഉള്ളെങ്കിലും അതിന്റെ നല്ല ആറ്റിറ്റ്യൂഡോടുകൂടി അത് കൊടുക്കണം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹൗ മച്ച് യു ഗീവ് ബട്ട് ഹൗ യു ഗീവ്. എന്തുമാത്രം കൊടുത്തു എന്നുള്ളതിനേക്കാൾ എങ്ങനെ അത് കൊടുത്തിരിക്കുന്നു. ഇനി വലിയവനായ ദൈവം നീതിയോടുകൂടി ഭരിക്കുവാൻ വരുന്നു എന്നുള്ള ആ പഴയ നിയമത്തിന്റെ
ആ പ്രവചനം അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. യോഹന്നാൻ സ്നാപകനും അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് മുമ്പോട്ട് വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ. നമ്മുടെ കർത്താവിന്റെ ഭൂമിയിലെ ജീവിതം, അതിനുശേഷം മലാക്കി പറയുകയാണ് കർത്താവ് നീതിയോടുകൂടെ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയോടുകൂടിയാണ് മലാക്കി പ്രവചനം അവസാനിക്കുന്നത്. ഈ അതിന് ഒരു രൂപരേഖ മാത്രമേ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. ഈ നോട്ട്സ് ഇവിടെ ഫോട്ടോ കോപ്പി എടുത്ത് തരും. അപ്പോൾ തുടർന്ന് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. ഒന്നിച്ച് അല്പസമയം ചെലവഴിക്കുവാൻ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു.